ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोऽस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी शबानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे वैराग्य विद्या निज भक्ति योग शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदीर्घस्तमहं प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരിയം തത്സത്. സോ എല്ലാവർക്കും ഇന്നത്തെ ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ചൈതന്യ ചരിതാമൃത ആദിലീല 2-ാമത്തെ അധ്യായം 6-ാമത്തെ ശ്ലോകം നോക്കാം. ടെക്സ്റ്റ് 6. ബ്രഹ്മ ആത്മ ഭഗവാൻ അനുവാദതീന അംഗപ്രഭ അംശസ്വരൂപ തേന വിദ്യേഹ ചിന. ബ്രഹ്മ ആത്മ ഭഗവാൻ അനുവാദതീന अंग प्रभा अंश स्वरूप तेन विद्येह चिन्ह. हरे कृष्णा. हरे कृष्णा. हरे ब्रह्म आत्मा भगवान अनुवादतिन अंग प्रभा अंश स्वरूपतिन विद्येह चिन्ह. हरे कृष्णा. राणगुड़ी. हरे कृष्णा. ब्रह्म आत्मा भगवान अनुवादतिन अंग प्रभा अंश स्वरूपतिन विद्येह चिन्ह. हरि बोल. വിവർത്തനം. പരമാത്മാവ്, ഭഗവാൻ എന്നിവ 3 വിഷയങ്ങളും ബ്രഹ്മജ്യോതി, ഭാഗിക ആവിഷ്കാരം, മൗലിക സ്വരൂപം എന്നിവ യഥാക്രമം അവയുടെ ഗുണവിശേഷങ്ങളുമാണ്. ഹരേ കൃഷ്ണ. Very good. Impersonal Brahman, the localized Paramatma, and the personality of Godhead are the 3 subjects, and the glowing effulgence, the partial manifestation, and the original form are their 3 respective predicates. പ്രഭാത ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി സദ്യത. ഇപ്പൊ അതിന്റെ സെയിം കാര്യമാണ് ഇവിടെ പറയുന്നത്. പ്രഭാതല്ല, കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. അപ്പോ ഈ 3 ആസ്പെക്റ്റ് ആണ് ഭഗവാൻ പരമസത്യത്തിനുള്ളത്. ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ. ഇത് എന്താണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റ്സും. സബ്ജക്റ്റ് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ കൃഷ്ണ പ്ലേസ് എ ഫ്ലൂട്ട്. കൃഷ്ണ പ്ലേസ് ഫ്ലൂട്ട് എന്ന് പറയുമ്പോൾ കൃഷ്ണ ആണ് ഇവിടെ സബ്ജക്റ്റ്. പ്ലേസ് എ ഫ്ലൂട്ട് പ്രെഡിക്കേറ്റ്. അതന്നെ അതിന്റെ സവിശേഷം. മലയാളത്തിൽ എന്താ എഴുതിയിരിക്കുന്ന സവിശേഷം അല്ലേ? അപ്പോൾ അതിനെ എന്താണോ ഹൂ ആൻഡ് വാട്ട്, എന്താണോ ചെയ്യുന്നത് അതാണ് പ്രെഡിക്കേറ്റ്. അപ്പോൾ ബ്രഹ്മൻ എന്നുള്ളത് ഭഗവാന്റെ എഫൾജൻസ് ആണ്, ഭഗവാന്റെ ദേഹത്ത് നിന്ന് വരുന്ന എഫൾജൻസ് ആണ്. പരമാത്മ പാർഷ്യൽ മാനിഫെസ്റ്റേഷൻ ആണ്. അതേപോലെ ഭഗവാൻ ഒറിജിനൽ ഫോം, അതാണ് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്സ് എന്ന് പറയുന്നത്. ഭഗവാൻ, അതായത് ഇപ്പൊ 3 ബ്രഹ്മൻ, പരമാത്മ ആൻഡ് ഭഗവാൻ.
ഭഗവാനെ ലോർഡ് ഓഫ് ത്രീസ് എന്ന് പറയും. ലോർഡ് ഓഫ് ത്രീസ്, ത്രീ ഗുണങ്ങൾ അല്ലേ? ത്രീ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ത്രീ തന്നെ അല്ലേ? അതായത് ത്രേതായുഗ ത്രീ, അതേപോലെ ത്രീ ലോർഡ് ഓഫ് ത്രീസ്. എന്താണ്? ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ, ലോർഡ് ഓഫ് ത്രീ. അതേപോലെ ഗുണം എന്തൊക്കെയാണ്? സത്വഗുണം, രജോ ഗുണം ആൻഡ് തമോ ഗുണം, ലോർഡ് ഓഫ് ത്രീ അല്ലെ? 3 ലോകങ്ങൾ, അപ്പർ, മിഡിൽ ആൻഡ് ലോവർ പ്ലാനറ്ററി സിസ്റ്റം. അതേപോലെ 3 പുരുഷന്മാര്, മഹാവിഷ്ണു, ഗർഭോസായ വിഷ്ണു ആൻഡ് ശിരോസായ വിഷ്ണു. 3 എനർജീസ് എന്തൊക്കെയാണ്? അന്തരാംഗ ശക്തി, ബഹിരാംഗ ശക്തി ആൻഡ് തടാസ്ഥ ശക്തി അല്ലെ? പിന്നെ ശ്രീ, ഭൂ, നില 3. അപ്പൊ അങ്ങനെ ഭഗവാനെ ലോർഡ് ഓഫ് ത്രീ എന്ന് പറയുന്നു. അപ്പൊ അതില് ഒരു 3 ഗുണങ്ങളാണ്, അല്ലെങ്കിൽ 3 ആസ്പെക്ട്സ് ആണ് ഭഗവാന്റെ. ബ്രഹ്മനും, ലോക്കലൈസ് പരമാത്മ ആൻഡ് ഭഗവാൻ. അപ്പൊ അതിന്റെ സബ്ജക്ട്സ് ആൻഡ് പ്രെഡിക്കേറ്റ്സ് ആണ്. സബ്ജക്ട് ഭഗവാനെ പറ്റിയിട്ടും അതിന്റെ വിശേഷണങ്ങളാണ് പ്രെഡിക്കേറ്റ്. ടെക്സ്റ്റ് 7. अनुवाद आगे पाछे विधेय स्थापना से अर्थ कही सुन शास्त्र विवरण. अनुवाद आगे पाछे विधेय स्थापना से अर्थ कही सुन शास्त्र विवरण. अनुवाद आगे पाछे विधेय स्थापना से अर्थम कही सुना शास्त्र विवरण. हरे कृष्ण. Yes. हरे कृष्ण. अनुवेद आचे पाछे विधेय स्थापना से अर्थ कही सुना शास्त्र विवरण. വിവർത്തനം കൂടി വായിച്ചു. Translation. Predicate always follows its subject. Now I shall explain the meaning of this verse according to the revealed scriptures. Hare Krishna. A predicate always follows its subjects. Now I shall explain the meaning of this verse according to the revealed scriptures. Predicate അത് സബ്ജക്റ്റിനെ വിശേഷിപ്പിക്കുന്ന അത് എപ്പോഴും സബ്ജക്റ്റിനെ ഫോളോ ചെയ്യും. അപ്പൊ അതിനെപ്പറ്റി അടുത്ത ശ്ലോകങ്ങളിൽ ഞാൻ വിവരിച്ച് പറയാം എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് 8. സ്വയം ഭഗവാൻ കൃഷ്ണ വിഷ്ണു പരതത്വ പൂർണ്ണജ്ഞാന പൂർണ്ണാനന്ദ പരമമഹത്വ. സ്വയം ഭഗവാൻ കൃഷ്ണ വിഷ്ണു പരതത്വ പൂർണ്ണജ്ഞാന പൂർണ്ണാനന്ദ പരമമഹത്വ. ഹരേ കൃഷ്ണ. സ്വയം ഭഗവാൻ കൃഷ്ണ വിഷ്ണു പരതത്വ പൂർണ്ണജ്ഞാന പൂർണ്ണാനന്ദ പരമമഹത്വ. हरे कृष्ण. स्वयं भगवान कृष्ण विष्णु परतत्व पूर्ण ज्ञान पूर्णानंद परम महत्व. हरे कृष्ण. श्री ऐसी भक्तिवेदांत स्वामी श्रील പ്രഭുപാദ് की जय. സർവവ്യാപിയായ വിഷ്ണുവിന്റെയും പരമതത്വമാണ് ആദിപുരുഷനായ കൃഷ്ണൻ. അവിടുന്ന് ജ്ഞാനപൂർണനും ആനന്ദപൂർണനുമാകുന്നു. അവിടുന്നാണ് പരമമായ അതീന്ദ്രിയ സത്ത. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ്. Krishna, the original form of the personality of Godhead, he is the summum bonum of the all-pervading Vishnu. He is all perfect knowledge and all perfect bliss. He is the supreme transcendence. So Krishna is Swayam Bhagavan. Adhyamana original. Aham sarvasya prabho mataha sarvam pravartate എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. എന്നിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത്. അപ്പോ സ്രോതസ്, സോഴ്സ് ആരാണ്? കൃഷ്ണ. അതിനാണ് ഇവിടെയും പറയുന്നത്. ഈസ് ദ സമബോണം, പരമസത്യം, പരമതത്വം കൃഷ്ണനാണ്. ആൻഡ് ഓൾ പെർവേഡിങ് വിഷ്ണു, അതും ഭഗവാൻ തന്നെയാണ് എല്ലാ സ്ഥലത്തും. അതായത് ഓംനി പ്രസൻസ്, ഭഗവാന്റെ ഓംനി പ്രസൻസ് ശക്തി കൊണ്ടാണ് എല്ലാ സ്ഥലത്തും പരമാത്മാവിന്റെ രൂപത്തില് എല്ലാ കണങ്ങളും ഭഗവാൻ പ്രസന്റ് ആയിട്ടുള്ളത്. ഹീസ് ഓൾ പെർഫെക്റ്റ് നോളേജ്. ഇപ്പൊ ഇവിടെ ഹീസ് ഓൾ പെർഫെക്റ്റ് ബ്ലിസ്, സത് ചിത് ആൻഡ് ആനന്ദ, അതിനെ പറ്റിയാണ് പറയുന്നത്. ഈസ് ദ സുപ്രീം ട്രാൻസെൻഡൻസ്. ടെക്സ്റ്റ് 9. നന്ദസുത ബലിയാൻഡ്രേ ഭാഗവത്തെ ആഗായ് ശ്രീകൃഷ്ണ അവതീർണ ചൈതന്യ ഘോഷാനി. നന്ദസുത ബലിയാൻഡ്രേ ഭാഗവത്തെ ഗായ് ശ്രീകൃഷ്ണ അവതീർണ
चैतन्य घोषानि. Hare Krishna. Hare Krishna. Nanda Sudha Beliyanje Bhagavade Gayi Sei Krishna Avatirna Chaitanya Gosani. Tanugudi. Hare Krishna. Nanda Sudha Bali Endre Bhagavate Gai Say Krishna Avatirna Chaitanya Gosai. Translation. Translation Srila Prabhupada ki jai. He whom Srimad Bhagavatam describes as the son of Nanda Maharaja has descended to the earth as Lord Chaitanya. Hare Very Krishna. good. He whom Srimad Bhagavatam describes as the son of Nanda Maharaj has descended to the earth as Lord Chaitanya, Nanda Sudha. ഭാഗവതം നന്ദസുധ, നന്ദ മഹാരാജന്റെ പുത്രനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ വിശേഷിപ്പിക്കുന്നു. അതേ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത് എന്നാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. According to the rules of rhetorical arrangement for efficient composition in literature, subject should be mentioned before its predicate. ഇപ്പൊ വീണ്ടും അത് ആവർത്തിച്ച് പറയുന്നു. അതായത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ആരാണോ അദ്ദേഹത്തിൻ്റെ എല്ലാ വിശേഷണങ്ങളും രണ്ടും കൂടി പറയാനുണ്ട്. The Vedic literature frequently mentions Brahman, Paramatma and Bhagwan, and therefore these three terms are widely known as subjects of transcendental understanding. ദിവ്യതലത്തിലുള്ള ആ ഒരു നോളജ്, ഓക്കെ, അതാണ് ഭഗവാന്റെ ഈ മൂന്ന് ആസ്പെക്ട്സ്, ബ്രഹ്മൻ, പരമാത്മ ആൻഡ് ഭഗവാൻ. But it is not widely known that what is approached as the impersonal Brahman is the effulgence of Sri Chaitanya Mahaprabhu's transcendental body. എല്ലാവർക്കും അറിയാം ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ, എസ്പെഷ്യലി വൈഷ്ണവ സമ്പ്രദായം ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഭാഗവതത്തിൽ വളരെ ക്ലിയർ ആയിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്നാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനേതി സദ്യത ആ ശ്ലോകത്തിൽ. ഇപ്പൊ വൈഷ്ണവ പരമ്പരയിലുള്ള എല്ലാവർക്കും ഇത് മനസ്സിലാവും. പക്ഷേ ആ ബ്രഹ്മൻ എന്താണ് എന്നുള്ളത് ചില എല്ലാവർക്കും മനസ്സിലായിരുന്നില്ല. ആ ബ്രഹ്മൻ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന തേജസ്സാണ്. അതേപോലെ ആ പരമാത്മാവ് ഭഗവാൻ കൃഷ്ണന്റെ പാർഷ്യൽ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, ആ ഭഗവാൻ ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആണ്. ഇത് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാക്കിയിരുന്നില്ല. But it is not widely known that what is approached as the impersonal Brahman is the effulgence of Sri Chaitanya Mahaprabhu's transcendental body. അത് മാത്രമല്ല, ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യം, ചൈതന്യ മഹാപ്രഭു ഒരു സെയിൻലി പേഴ്സണാലിറ്റി എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കാം. ചൈതന്യ മഹാപ്രഭുവും കൃഷ്ണനും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളത് ഗൗഡിയ വൈഷ്ണവന്മാർക്ക് മാത്രമേ അറിയൂ. അത് ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമം ഉള്ള ആ ലെവലുള്ള ഒരു നോളേജ് ആണ്. ഇത് എല്ലാവർക്കും ഫ്രീലി അവൈലബിൾ അല്ല ഈ നോളേജ്. കാരണം ഇത് എന്താണ്, ഗുഹ്യതമം, മോസ്റ്റ് കോൺഫിഡൻഷ്യൽ ആണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം ഷൻ അവതാരം അല്ലെങ്കിൽ ഹിഡൻ അവതാരം. ഈ ചൈതന്യ മഹാപ്രഭുവിനോട് സനാതന ഗോസ്വാമി, രൂപ ഗോസ്വാമി, മറ്റുള്ള ക്ലോസ് അസോസിയേറ്റ്സ് അങ്ങ് തന്നെയാണ് വിഷ്ണു, അങ്ങ് തന്നെയാണ് കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ചൈതന്യ മഹാപ്രഭു ശ്രീവിഷ്ണു പറഞ്ഞിട്ട് കാത് ക്ലോസ് ചെയ്യും അല്ലെ? സനാതന ഗോസ്വാമി പുരിയിലെത്തിയിട്ട് ഒരു ഏകദേശം ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിൽ ആസകലം ബ്രിസ്റ്റൽസ് ഉണ്ടായിരുന്നു. ജാർഖണ്ഡ് ഫോറസ്റ്റിലൂടെയൊക്കെ വന്നിട്ട് അങ്ങനെ ഒരു ഇച്ചിങ്, അദ്ദേഹത്തിൽ ആസകലം ഒരു ചൊറി പിടിച്ച പോലെയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ബ്രിസ്റ്റൽസിൽ നിന്ന് ബ്ലഡും പസൊക്കെ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ വളരെ ദൂരത്തെ നിൽക്കുള്ളൂ. എന്നാലും ചൈതന്യ മഹാപ്രഭു വന്നിട്ട് അദ്ദേഹത്തിന് ആലിംഗനം ചെയ്യും. അപ്പൊ ആലിംഗന സമയത്ത് അദ്ദേഹത്തിന് വളരെ വിഷമം കാണിച്ച ഈ ചൈതന്യ മഹാപ്രഭു പരമ ദിവ്യത്വ പുരുഷൻ, പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ, ഈ കണ്ടാമിനേറ്റ് ആയിട്ടുള്ള ശരീരത്തിന് ആലിംഗനം ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ വിഷമം. ചില സമയത്ത് ഓടും അവിടുന്ന്. എന്നാലും ചൈതന്യ മഹാപ്രഭുവിന്റെ വലിയ കൈകളാണ്, അതുകൊണ്ട് പിടിച്ചിട്ട് ആലിംഗനം ചെയ്യും. വളരെ വിഷമം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നി, ഞാൻ ഏതായാലും രഥയാത്ര സമയമാണ്, രഥത്തിന്റെ മുമ്പിൽ വന്നൊരു വലിയ ചക്രം, അതിന്റെ മുമ്പിൽ വന്നിട്ട് സൂയിസൈഡ് ചെയ്യാം, ആത്മഹത്യ ചെയ്യാം. കാരണം ഇങ്ങനെ ഭഗവാന്റെ അടുത്ത് പോകുന്നു, ഭഗവാൻ എന്നെ സ്പർശിക്കുന്നു, എനിക്ക് അത്ര ഇതല്ല, ഞാൻ പാപം ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ മനസ്സിൽ വിചാരിച്ചുള്ളൂ. മനസ്സിൽ വിചാരിച്ച് പിറ്റേ ദിവസം ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിയെ കണ്ടപ്പോൾ പറഞ്ഞു, യു ഹാവ് സറണ്ടേർഡ് യുവർ ബോഡി ടു മീ.
യു ഹാവ് സറണ്ടേഡ് യുവർ ബോഡി ടു, അതായത് എൻ്റെ ആശ്രയത്തിനാണ്, എൻ്റെ സംരക്ഷണത്തിനാണ് നിങ്ങളെല്ലാം, നിങ്ങളുടെ ബോഡി എൻ്റെതാണ്, നിങ്ങൾക്ക് അതിനെ നശിപ്പിക്കേണ്ട അവകാശമില്ല. അപ്പൊ തന്നെ മനസ്സിലായി. പിന്നെ അങ്ങനെ ഒരു ദിവസം വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്യാണ്. ഒരു ദിവസം അദ്ദേഹം ജഗദാനന്ദ പണ്ഡിത് പറഞ്ഞാൽ സത്യഭാമയാണ് കൃഷ്ണലീലയിൽ. അപ്പോൾ ജഗദാനന്ദ പണ്ഡിതിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എപ്പോഴും ചൈതന്യ മഹാപ്രഭു എൻ്റെ ഈ കണ്ടാമിനേറ്റ് ആയിട്ടുള്ള ഈ ദുഷിച്ച ശരീരത്തിനെ എപ്പോഴും ആലിംഗനം ചെയ്യുന്നത്, എനിക്കത് വളരെ വിഷമം തോന്നുന്നുണ്ട്, എന്താണ് ചെയ്യുന്നത്? അപ്പൊ ജഗദാനന്ദ പ്രഭു പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് വൃന്ദാവനത്തിലേക്ക് ഇപ്പോൾ പോകും. ഓക്കെ, അപ്പൊ ഇത് കേട്ടിട്ട് ചൈതന്യ മഹാപ്രഭു വരാണ്. ചൈതന്യ മഹാപ്രഭു ചോദിക്കാണ്, എന്താണ് പറഞ്ഞത്? വൃന്ദാവനത്തിലേക്കോ? എന്റെ സമ്മതമില്ലാണ്ടോ? ഈ ശരീരം എന്റേതാണ്. പിന്നെ അതുമല്ല ജഗദാനന്ദ പണ്ഡിറ്റ്, നീ എന്താ വിചാരിക്കുന്നത്? ഈ അദ്ദേഹത്തിനെക്കാളും വയസ്സിൽ താഴെയുള്ള ആളാണ്. അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കാനുള്ള അത്രയും വളർന്നു, ഇവിടെ ചാസ്റ്റൈസ് ചെയ്യാണ്. അപ്പൊ പറഞ്ഞു ചൈതന്യ മഹാപ്രഭു, അല്ല എൻ്റെ വെൽവിഷറാണ് ജഗദാനന്ദ പണ്ഡിറ്റ്, അതുകൊണ്ട് എനിക്ക് നല്ല ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് എനിക്ക് നല്ലത് പറഞ്ഞു തരാണ് വേണ്ടത്, അല്ലാണ്ട് എന്നെ ഇൻസ്ട്രക്റ്റ് അല്ല ചെയ്യുന്നത്. അപ്പൊ ഞാനും അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ സമയത്ത് വീണ്ടും ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിനെ ആലിംഗനം ചെയ്യും. ആലിംഗനം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ദേഹത്തിലുള്ള എല്ലാ ബ്രിസ്റ്റൽസും എല്ലാ അസുഖവും മാറി തിരിച്ച് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ആ നല്ല ശരീരം, നല്ല സുന്ദരമായിട്ടുള്ള ശരീരം തിരിച്ചു കിട്ടി. ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമി ആലിംഗനം ചെയ്തതോടെ അദ്ദേഹത്തിന്റെ അസുഖമെല്ലാം വിത്തിൻ നോ ടൈം പോയി. എന്താണ്? ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ എല്ലാം വരെ. ഈ കാര്യങ്ങള് ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാനാണ് എന്നുള്ളത് ആർക്കറിയാം? വൈഷ്ണവ് ഗൗഡിയന്മാർക്ക് മാത്രമേ അറിയൂ. സനാതന ഗോസ്വാമി പറഞ്ഞു, എന്നെ ആൾക്കാർ പറയുന്നു, എല്ലാവരും എന്നെ വിശേഷിപ്പിക്കുന്ന ഞാൻ പണ്ഡിതനാണ്, സ്കോളറാണ്, ഫിലോസഫറാണ്. പക്ഷെ ഞാൻ ആരാണെന്ന് അറിയുന്നില്ല, ഈ ജീവിത ലക്ഷ്യം എന്താണെന്ന് അറിയുന്നില്ല. ഇതെനിക്ക് പറഞ്ഞു തരണമെന്ന് ചൈതന്യ മഹാപ്രഭുവിനോട് സനാതന ഗോസ്വാമി പറയാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിയോട് ഈ കാര്യങ്ങള് അവതാരത്തിനെ പറ്റിയിട്ടും പിന്നെ മറ്റുള്ള, അതായത് ഭക്തി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആ സമയത്ത് എല്ലാ യുഗങ്ങളിലും ഉള്ള അവതാരങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സത്യയുഗത്തിലെ, ദ്വാപരയുഗത്തിലെ, ത്രേതായുഗത്തിലെ അവതാരങ്ങളെ പറ്റി പറഞ്ഞു. കലിയുഗത്തിലെ അവതാരങ്ങളെ പറ്റിയിട്ട് പറഞ്ഞില്ല. അപ്പോ ചൈതന്യ മഹാപ്രഭുവിനോട് സനാതന ഗോസ്വാമി എടുത്തു ചോദിച്ചു, ഓക്കെ, സത്യയുഗത്തിലെ പറഞ്ഞു, ത്രേതായുഗത്തിലെ പറഞ്ഞു, ദ്വാപരയുഗത്തിലെ പറഞ്ഞു, ആരാണ് കലിയുഗത്തിലെ അവതാരം? അത് പറഞ്ഞില്ലല്ലോ, അന്ന് പറയൂ. അത് ശാസ്ത്രം വായിച്ചാൽ മതി, അത് മനസ്സിലാവും. അപ്പൊ പറഞ്ഞു, ഇല്ല അതെനിക്ക് പറഞ്ഞു തരണം. ഇല്ല, ശാസ്ത്രം വായിച്ചാൽ മതി. കാരണം ചൈതന്യ മഹാപ്രഭു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ ശാസ്ത്രം വായിച്ചിട്ടുണ്ട്, വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ശാസ്ത്രം വായിച്ച് പഠിക്കുന്ന ആളാണ് സനാതന ഗോസ്വാമി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കൃഷ്ണവർണം തിസാകൃഷ്ണം സങ്കോപാംഗാസ്ത്ര ഭാഷണം യജ്ഞേർ സങ്കീർത്തന പ്രായേ യജന്തീഹി സുമേധസ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്കറിയാം ആരാണ് കലിയുഗത്തില് ഇവിടെ അവതാരമായിട്ട് വരുന്നത്, അത് അങ്ങ് തന്നെയാണ്. അപ്പൊ ഉടനെ ചൈതന്യ മഹാപ്രഭു ആ സബ്ജക്റ്റിനെ മാറ്റാണ് ചെയ്തത്. അപ്പോ ഇത് ഗൗഡിയ വൈഷ്ണവന്മാർക്ക് മാത്രം അറിയാവുന്ന വളരെ ആ ഒരു ടോപ്പ് ലെവലിലെ രഹസ്യമാണ്. എല്ലാവരും ചൈതന്യ മഹാപ്രഭുവിനെ ഒരു സെയിൻലി പേഴ്സണാലിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഭക്തനായിട്ട് കാണുമായിരിക്കും. പക്ഷെ ചൈതന്യ മഹാപ്രഭു സ്വയം കൃഷ്ണനാണെന്നുള്ളത് ഗൗഡിയ വൈഷ്ണവന്മാർക്ക് മാത്രമേ അറിയുള്ളൂ, അവർ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സോ നോർ ഈസ് ഇറ്റ് വൈഡ്ലി നോൺ ദാറ്റ് സൂപ്പർ സോൾ ഓർ പരമാത്മ ഈസ് ഓൺലി പാർഷ്യൽ റെപ്രസെന്റേഷൻ ഓഫ് ലോർഡ് ചൈതന്യ. ആ ചൈതന്യ മഹാപ്രഭുവിന്റെ പാർഷ്യൽ റെപ്രസെന്റേഷനാണ് പരമാത്മാവായിട്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ കൂടിയുള്ളത്. Who is identical with Bhagwan himself. Therefore, the descriptions of Brahman as the effulgence of Lord Chaitanya, the Paramatma as his partial representation, and the Supreme Personality of Godhead as identical with Lord Chaitanya Mahaprabhu must be verified by evidence from authoritative Vedic literatures. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക് വേദിക് ലിറ്ററേച്ചേഴ്സിന് നമുക്ക് മനസ്സിലാക്കാം. അതോറിറ്റേറ്റീവ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഥർവവേദത്തില് ഉള്ള ചില ശ്ലോകങ്ങൾ, അഥർവ ചൈതന്യകാന്ഡ, അപ്പൊ ആ ചൈതന്യ ഉപനിഷത്ത് പറഞ്ഞിട്ട് അതിനുള്ള സെലക്ടഡ് ശ്ലോകം ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തെ പറ്റിയിട്ട്, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം ഭക്തനായിട്ട് അവതരിക്കുന്നതാണ് ചൈതന്യ മഹാപ്രഭു. അതിനെ പറ്റിയിട്ടുള്ള ആ ഒരു പ്രഡിക്ഷൻ ആ ചൈതന്യ ഉപനിഷത്തിലെ ഭക്തി വിനോദ് ഠാക്കൂർ നമുക്കിത്
19 ശ്ലോകവും അങ്ങനെ എന്തോണം അതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇത് ഇറ്റ് മസ്റ്റ് ബി വെരിഫൈഡ് ബൈ എവിഡൻസ് ഫ്രം അതോറിറ്റേറ്റീവ് വേദിക് ലിറ്ററേച്ചർ. നമ്മൾ വിംസിക്കലി അല്ല പറയുന്നത്, വേദങ്ങളുടെയും മറ്റ് ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്, വിംസിക്കലി അല്ല പറയുന്നത്. അപ്പൊ നമ്മൾ എന്ന് പറയുന്നു അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ അല്ലെങ്കിൽ പുരാണങ്ങളിലോ അതിന്റെ എവിഡൻസ് ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും. So the author wants to establish first that the essence of the Vedas is the Vishnu Tattva. നമുക്ക് പല തത്വം, വിഷ്ണു തത്വ, ശിവതത്വ, ജീവതത്വ, ഗുരു തത്വ, അങ്ങനെ പല തത്വങ്ങളുണ്ട്. അപ്പോൾ എസെൻസ് ഓഫ് ഓൾ വേദാസ്, എല്ലാ വേദങ്ങളുടെ എല്ലാത്തിൻ്റെയും സാരം എന്ന് പറഞ്ഞാൽ വിഷ്ണു തത്വ. ഭഗവാൻ കൃഷ്ണനും ഭഗവത്ഗീതയില് പറയുന്ന വേദേശ്ച സർവേ അഹം ഏവ വേദ്യു, വേദങ്ങളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്നെ മനസ്സിലാക്കുക. ഓക്കെ, ഭഗവാൻ ഭിന്നമല്ല വേദങ്ങൾ. അപ്പൊ ഭഗവാനെ മനസ്സിലാക്കിയാൽ എല്ലാ വേദങ്ങളും മനസ്സിലാക്കി നിർത്തും. The Vishnu Tattva has different categories, of which the highest is Lord Krishna, the ultimate Vishnu Tattva, as confirmed in the Bhagavad Gita and throughout the Vedic literature. അപ്പോൾ highest Vishnu Tattva ആരാണ്? Lord Krishna. അത് ഭഗവത്ഗീതയിലും ശ്രീമദ് ഭാഗവതത്തിലും മറ്റ് ഗ്രന്ഥങ്ങളിലും ഉടനീളം നമുക്ക് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വസ്തുതയാണ്. In Srimad Bhagavatam, the same Supreme Personality of Godhead Krishna is described as Nandasuta, son of King Nanda. ഭാഗവതത്തിലെ അതേ ഭഗവാനെ അവിടെ നന്ദസൂത അല്ലെങ്കിൽ നന്ദ മഹാരാജാവിന്റെ പുത്രനായിട്ട് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. Krishnadas Kaviraj Goswami says that Nandasuta has again appeared as the Lord Sri Krishna Chaitanya Mahaprabhu, and he bases this statement on his understanding that the Vedic literature concludes that there is no difference between Lord Krishna and Lord Chaitanya Mahaprabhu. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എന്താണ് പറയുന്നത്? അതായത് ഭഗവാൻ കൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇതാണ് the conclusion of the Vedas. Conclusion of the Vedas. This the author will prove. If it is thus proved that Sri Krishna is the origin of all tattvas, truths, namely Brahman, Paramatma and Bhagavan, and that there is no difference between Sri Krishna and Lord Sri Chaitanya Mahaprabhu, it will not be difficult to understand that Sri Chaitanya Mahaprabhu is also the same origin of all tattvas, the same absolute truth as he is revealed to students of different realization is called Brahman, Paramatma, the Bhagavan. വ്യത്യസ്തമായിട്ടുള്ള സ്കൂൾ ഓഫ് തോട്ട്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതേ സെയിം ആസ്പെക്ടിനെ ഈ ഭഗവാനെ 3 തരത്തില് കാണുന്നു. ചില ആൾക്കാര് ആ പരമസത്യത്തെ ബ്രഹ്മനായിട്ട് കാണുന്നു, ചില ആൾക്കാര് ആ പരമസത്യത്തെ പരമാത്മാവായിട്ട് കാണുന്നു, ചില ആൾക്കാർ ആ സത്യത്തെ ഭഗവാൻ ആയിട്ട് കാണുന്നു. And that is the source. Text 10. Prakasha Visheshat Enhadare Tina Nama Brahma Paramatma Ara Swayam Bhagavan. Prakasha Visheshat Enhadare Tina Nama Brahma Paramatma Ara Swayam Bhagavan. Hare Krishna. Hare Krishna. Prakasha Visheshat Enhadare Tina Nama Brahma Paramatma Ara Swayam Bhagavan. Hare Krishna. Prakasha Vishesha Tanha Dharatina Nama Brahma Paramatma Ara Swayam Bhagavan. Translation. Thank you. Hare Krishna. Prakasha Visheshe Tenha Dharatina Nama Brahma Paramatma Ara Swayam Bhagavan. തൻ്റെ വിവിധ ആവിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ 3 ഭാവങ്ങളിൽ അറിയപ്പെടുന്നു. ഹരേ കൃഷ്ണ. Very good. In terms of his various manifestations, he is known in 3 features called the impersonal Brahman, the localized Paramatma and the original personality of God. നേരത്തെ പറഞ്ഞ പോലെ അതായത് ഭഗവാന്റെ 3 ആസ്പെക്ട്, ബ്രഹ്മൻ, പരമാത്മ ആൻഡ് പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, അതിനെപ്പറ്റി വീണ്ടും ഉദാഹരിക്കുന്നു. Srila Jiva Goswami has explained the word Bhagavan in his Bhagavad Sandarbha. The personality of God being full of
all conceivable and inconceivable potencies is the absolute supreme who. Okay. അപ്പോൾ ഭഗവാൻ എന്നുള്ള ആസ്പെക്ട് ബീങ് ഫുൾ ഓഫ് ഓൾ കൺസീവബിൾ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ്, ഇൻകൺസീവബിൾ ആണ്. ഈസ് ദ അബ്സല്യൂട്ട് സുപ്രീം ഹോൾ. എന്നാണ് എല്ലാം നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റില്ല. ഭഗവാന്റെ മിക്ക കാര്യങ്ങളും ഇൻകൺസീവബിൾ ആണ്, അചിന്ത്യ. ഭഗവാനെ നമുക്കെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ചില സമയത്ത് ഭഗവാൻ സ്വയം ഭഗവാന്റെ മഹത്വത്തിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലേ? ദ്വാരകയിലെ കൃഷ്ണൻ തൻ്റെ പ്രതിബിംബം ആ തൂണില്, സ്ഫടികമായിട്ടുള്ള ആ തൂണിൽ കണ്ടപ്പോ എന്താണ്, കൊള്ളാലോ, നല്ല സൗന്ദര്യമുള്ള ഒരു വ്യക്തി, ആരാണത്? ഒരു ലീലയാണ് എങ്കിലും കൂടിയിട്ട് ഭഗവാന് സ്വയം തന്റെ മഹത്വത്തെ പറ്റി അറിയില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്കറിയാം? ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ഇൻകൺസീവബിൾ ആണ്. ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷെ മിക്കതും ഭഗവാന്റെ കാര്യങ്ങള് നമുക്ക് നമ്മളുടെ ബുദ്ധിക്കും യുക്തിക്കും പറയാണ്. So, impersonal Brahman is a partial manifestation of the absolute truth, realized in the absence of such complete potencies. So, the first syllable of the word Bhagwan is Bha, which means sustainer and protector. The next letter, Ga, means leader, pusher, and creator. Va means dwelling. All living beings dwell in the Supreme Lord, and the Supreme Lord dwells within the heart of every living being. Combining all these concepts, the word Bhagwan carries the import of inconceivable potency, knowledge, energy, strength, opulence, power, and influence, devoid of all varieties of inferiority. Bhagwan, അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താണ് ഭഗവാൻ ആ വാക്കിന്റെ അർത്ഥം? അപ്പോൾ വൺ ഹു പൊസസസ് ഓൾ 6 opulences, എല്ലാ ഓപ്പുലൻസസും. ഭ പറഞ്ഞ എന്താണ്, ഗ പറഞ്ഞ വാ, ഇങ്ങനെ കംപ്ലീറ്റ് ഭഗവാൻ, പരാശര മുനി, ഓക്കെ, വ്യാസദേവന്റെ അച്ഛൻ. ഭഗവാൻ എന്നുള്ള ആ വേർഡിന് എന്താണ് ഭഗവാൻ എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നുണ്ട്, അല്ലെ? പത്മപുരാണത്തിൽ, വിഷ്ണുപുരാണത്തിൽ അതുകൊണ്ടു ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്യ ശ്രിയ ജ്ഞാന വൈരാഗ്യവശൈവ ഷണ്ണം ഭഗ ഇതീൻഗൺ. അല്ലെ? അപ്പോ ഈ 6 പൊട്ടൻസീസ്, 6 ഐശ്വര്യങ്ങൾ പൂർണ്ണമായിട്ടും ഏതൊരു വ്യക്തിക്കാണുള്ളത് അദ്ദേഹത്തിനെ ഭഗവാൻ പറയും. അപ്പൊ ഇവിടെ അതന്നെയാണ് പ്രഭുപാദിയും ഈ പർപ്പോട്ടിൽ പറയുന്നത്. Without such inconceivable potencies, what cannot fully sustain or protect. Our modern civilization is sustained by scientific arrangements devised by many great scientific brains. നമ്മളുടെ ഇന്നത്തെ കാലത്തെ ആധുനിക സംസ്കാരം, സിവിലൈസേഷൻ ഒരാളുടെ കോൺട്രിബ്യൂഷൻ ഇല്ല, പല ശാസ്ത്രജ്ഞരുടെയും കോൺട്രിബ്യൂഷൻ ആണ്. ഒക്കെ ചിലപ്പോ ഒരാൾ പറയുന്നത് അതിനെ ഓപ്പോസിറ്റ് മറ്റുള്ള സയന്റിസ്റ്റ് പറയും. ഒരാളെന്ന് പറഞ്ഞാൽ അതിനെ അമന്റെയും വേറെയുള്ള അടുത്ത ദിവസം. അപ്പൊ അതിനൊരു എന്താണ് പറയാ, സ്റ്റെബിലിറ്റി ഇല്ല, സ്ഥിരതയില്ല. മോഡേൺ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്നും അത് മാറിക്കൊണ്ടിരിക്കുന്നു, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പരമസത്യമല്ല, റിലേറ്റീവ് ട്രൂത്ത് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ ഭഗവാൻ പറയുന്നത് അങ്ങനെയല്ല. ഭഗവാൻ പറയുന്നത് പരമസത്യം, റിലേറ്റീവ് ട്രൂത്ത് അല്ല. ഈ ഭൗതിക ലോകത്തിൽ സംഭവിക്കുന്ന റിലേറ്റീവ് ട്രൂത്ത് ആണെങ്കിലും കൂടി ഭഗവാൻ പറയുന്ന ഒരു കാര്യങ്ങളും അത് ചേഞ്ച് ആവില്ല. കാണിച്ചാൽ അത് അപൗരുഷേയ, അത് മാൻമെയ്ഡ് അല്ല. ഭഗവാൻ പറയുന്ന ഈവൻ ഭഗവത്ഗീതയിലെ 5 സബ്ജക്ട് മാറ്റേഴ്സ് അല്ലെ, എന്താണ്? ജീവാത്മ, പരമാത്മ, പ്രകൃതി, കാല, കർമ്മ. ഇതെല്ലാം ഭഗവാൻ പറയുന്നുണ്ട്. ഇതൊന്നും ഒരിക്കലും ചേഞ്ച് ചെയ്യാത്തതാണ്. ജീവാത്മാവിന്റെ ആ ക്യാരക്ടറിസ്റ്റിക് മാറില്ല, പരമാത്മാവിന്റെ ക്യാരക്ടറിസ്റ്റിക് മാറില്ല, പ്രകൃതി നിയമങ്ങൾ മാറില്ല, കാലം, കർമ്മം, ഇതൊന്നും അതിൽ ടെമ്പററി ആയിട്ട് കർമ്മം മാത്രമേ ഉള്ളൂ. അത് മാറിക്കൊണ്ടിരിക്കും, ബാക്കിയൊന്നും മാറില്ല. അപ്പൊ ആ തത്വം അന്നും 5000 വർഷം മുമ്പേ നമുക്ക് പറഞ്ഞത്, ആ തത്വം എന്താണെന്ന് പറഞ്ഞത്, അത് ഇന്നും റിലവൻ്റ് ആണ്. ഇനി എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇത് റിലവൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ
മോഡേൺ സയൻറ്റിസ്റ്റ് നമ്മൾ മനുഷ്യർ ഉണ്ടാക്കുന്നത് നിയമങ്ങൾ അത് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും തെറ്റുകുറ്റങ്ങളും ഉണ്ടായിരിക്കും. അതിന് മാറ്റം സംഭവിക്കും. മിക്കതിനും അത് ഫ്ലോലെസ് അല്ല. ഭഗവാൻ തരുന്നത് ഫ്ലോലെസ് ആണ്. അതാണ് വ്യത്യാസം. അതാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത്, അവർ മോഡേൺ സിവിലൈസേഷൻ ഇസ് സസ്റ്റെയിൻഡ് ബൈ സയന്റിഫിക് അറേഞ്ച്മെന്റ് devised by many great scientific brain. ഒരാളുടെ many. We can just imagine, therefore, the gigantic brain whose arrangement sustained the gravity of the unlimited number of planets and satellites, and who creates the unlimited space in which they float. അപ്പോൾ ഭഗവാന്റെ ഈ ഭഗവാന്റെ പ്രപഞ്ചത്തിലുള്ള ഈ സൃഷ്ടി എത്രയോ അനേകം കോടികൾ ബ്രഹ്മാണ്ടങ്ങളും ഗ്രഹങ്ങളും മറ്റുള്ള സാറ്റലൈറ്റ്സും അങ്ങനെ ഒരുപാടുണ്ട്. സ്പേസിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്തൗട്ട് എനി കൊളീഷൻ. അല്ലെ, യാതൊരു എവിടെയും നമുക്ക് ഒരു ആക്സിഡന്റോ ഒന്നും സംഭവിക്കും. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ഒരു 100 വണ്ടി ഉണ്ടെങ്കിൽ എന്നും ഒരു 8-10 ആക്സിഡന്റ് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ അവിടുത്തെ ക്രിയേഷൻ നമ്മൾ വലിയ കാര്യം പറയും. ഓക്കെ, ഈ റോക്കറ്റ് എന്താ പറയുക ലോഞ്ച് ചെയ്തു, ആ റോക്കറ്റ് ലോഞ്ച് ചെയ്തു, അതിൽ ചിലത് ഫെയിലർ, ചിലത് സക്സസ്. പക്ഷെ ഭഗവാൻ എത്രയോ ഗ്രഹങ്ങൾ, എത്രയോ യൂണിവേഴ്സസ് ഉണ്ടാക്കുന്നുണ്ട്. അതിലൊന്നും ഒരു ഫെയിലറും സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ഈ ടൈനി ബ്രെയിൻ വെച്ചിട്ട് നമ്മൾ ചിലതൊക്കെ കണ്ടുപിടിക്കുന്നു, സൃഷ്ടിക്കുന്നു. പക്ഷേ അതന്നെ നമുക്ക് വലിയ കാര്യം. അപ്പം നമ്മുടെ പ്രപഞ്ചനാഥനായിട്ടുള്ള ഭഗവാന്റെ ഈ ക്രിയേഷൻ, ഈ സൃഷ്ടിയെ നമ്മൾ എങ്ങനെ കാണണം, അതാണ് ഇവിടെ പറയുന്നത്. So if one considers the intelligence needed to orbit man-made satellites, one cannot be fooled into thinking that there is not a gigantic intelligence responsible for the arrangements of the various planetary systems. There is no reason to believe that all the gigantic planets float in space without the superior arrangement of the superior intelligence. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി വിചാരിക്കുകയാണ്, ഓക്കെ, ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുകയാണ്, ഇതിനൊരു നാഥനില്ല, ഇതൊരു സൂപ്പർവിഷൻ ഇല്ലാണ്ട് ഇതെല്ലാം ഓട്ടോമാറ്റിക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇയർ ആഫ്റ്റർ ഇയർ, ഏജസ് ആഫ്റ്റർ ഏജസ്, ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരിക്കലും സംഭവിക്കില്ല. ദർ ഈസ് എ പെർഫെക്റ്റ് എഞ്ചിനീയർ, പെർഫെക്റ്റ് മാസ്റ്റർ, പെർഫെക്റ്റ് കൺട്രോളർ. ഇതിനെല്ലാറ്റിനും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ കാര്യങ്ങളും നടക്കുന്നത് പെർഫെക്റ്റ് പ്ലാൻ പ്രകാരമാണ്. ഇതിൻ്റെ പെർഫെക്റ്റ് മാസ്റ്റർ പ്ലാൻ ചെയ്തതാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആയിട്ടാണ്. അവിടെ ഒരിക്കലും നമ്മുടെ ഒരു സാധാരണ കാര്യങ്ങൾ തന്നെ എന്തെങ്കിലും കണ്ടുപിടിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല. അതിന് പിന്നെ എത്രയോ ആൾക്കാരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ഇവിടെ കണ്ടുപിടിക്കുന്നു, ഉണ്ടാക്കുന്നു, അല്ലേ? അപ്പോൾ ഒരു ഫ്രിഡ്ജ്, ഒരു വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഒരു TV, ഇതൊന്നും മാനത്തുനിന്ന് വീഴുന്നല്ല, തന്നെ ഉണ്ടാവുന്നല്ല. ഇതിന്റെ പിന്നാലെ എത്രയോ ആൾക്കാരുടെ പ്രയത്നമുണ്ട്. ഈ ചെറിയ ഗാഡ്ജറ്റ്സും ചെറിയ ഇൻസ്ട്രുമെന്റ്സും അപ്ലയൻസസും എക്യുപ്മെന്റ്സും ഉണ്ടാക്കാൻ എത്രയോ ആൾക്കാരുടെ തല വേണം, എത്രയോ ആൾക്കാരുടെ എനർജി, ടൈം, എഫേർട്ട് വേണം, അല്ലേ? എത്ര ധാതുക്കൾ, മെറ്റീരിയൽ, ഇൻഗ്രീഡിയൻസ് വേണം, എന്നാലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം ക്രിയേറ്റഡ് ബൈ സംബഡി, തന്നെ വന്ന് വീണിട്ടൊന്നുമില്ല. അപ്പൊ പിന്നെ എങ്ങനെ നമുക്ക് വിചാരിക്കാൻ പറ്റും ഈ പ്രപഞ്ചത്തിലുള്ള ഇത്രയും ഗ്രഹങ്ങളും ഇത്രയും യൂണിവേഴ്സസും ഇത്രയും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്ന് ഭവിച്ചു? അങ്ങനെ വിചാരിക്കുന്നുണ്ട് അവർ ഫുളിഷാണ്, വിഡ്ഢികളാണെന്നാണ് ഇവിടെ പറയുന്നത്. സോ ദിസ് സബ്ജക്ട് ഈസ് ക്ലിയർലി ഡെൽറ്റ് വിത്തിൻ ദ ഭഗവത്ഗീത 15.13, where the personality of Godhead says, I enter into each planet and by my energy they stay in orbit. Okay, അപ്പൊ എന്താണ് ഭഗവത്ഗീത 15.13 പറയുന്നത് നോക്കാം. ഗാമാവിശ്യ ഭൂതാനി ധാരയാമ്യഹമോജസ ഉഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വാ രസാത്മക. അതായത് ഐ എൻ്റർ ഇൻ ടു ഈച്ച് പ്ലാനറ്റ് ആൻഡ് ബൈ മൈ എനർജി ദേ സ്റ്റേ ഇൻ ഓർബിറ്റ്. ഐ ബിക്കം ദ മൂൺ ആൻഡ് ദെർബൈ സപ്ലൈ ദ ജ്യൂസ് ഓഫ് ഓൾ ലൈഫ് ടു ഓൾ വെജിറ്റബിൾസ്. അപ്പോൾ ഭഗവാൻ സ്വയം പറയുന്നത്, ഞാൻ ഓരോ ഗ്രഹത്തിലും എൻ്റർ ചെയ്യുന്നു, അവർക്ക് അതിനുള്ള ശക്തി, ആ ഓർബിറ്റില് ഭ്രമണപഥത്തില് നിൽക്കാനും മൂവ് ചെയ്യാനുള്ള എനർജി ആര് കൊടുക്കുന്നു? ഭഗവാൻ. ഞാനാണ് അതായത് ചന്ദ്രൻ, ശശി ആവുന്നതും ഞാനാണ് എല്ലാ വെജിറ്റബിൾസിനും ജ്യൂസ് ആൻഡ് ലൈഫും കൊടുക്കുന്നത് ഭഗവാൻ പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതാണ് 15.13.
13 പറയുന്നത്. തന്നെ സംഭവിക്കുന്നില്ല. ദർ ഇസ് സംബഡി ബിഹൈൻഡ് ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റി ഓഫ് ദിസ് മെറ്റീരിയൽ വേൾഡ്. ഓട്ടോമാറ്റിക്കലായിട്ട് ഒന്നും നടക്കുന്നില്ല. Where the planets not held in the grip of the personality of God, they would all scatter like dust in the air. അപ്പൊ ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഈ പ്ലാനറ്റ്സ് എല്ലാം അത് സ്കാറ്റർ ആവും. അതിന്റെ ഭ്രമണപഥത്തിൽ ഒരിക്കലും നിൽക്കില്ല. അത് ഇറ്റ് വിൽ ബി സ്കാറ്റേർഡ് ലൈക്ക് ഡസ്റ്റ് ഇൻ ദ എയർ. Modern scientists can only impractically explain this inconceivable strength of the personality of God. മോഡേൺ ആധുനിക ശാസ്ത്രജ്ഞന്മാര് ഇതിനെപ്പറ്റി അവർക്ക് വിശദീകരിച്ച് പറഞ്ഞു തരാൻ പറ്റൂല. അത് മാത്രമില്ല, അവര് അങ്ങനെ ഒരു ഭഗവാൻ, ഇങ്ങനത്തെ ഒരു മാസ്റ്ററിനെ അക്സെപ്റ്റും ചെയ്യില്ല. കാരണം അവർക്ക് എന്താണ്, സീയിങ് ഇസ് ബിലീവിങ്. അവരുടെ പരീക്ഷണത്തിന് അപ്പുറത്താണെങ്കിൽ അത് വിശ്വസിക്കില്ല. അവരുടെ പരീക്ഷണം, അവരുടെ സെൻസസ്, അവരുടെ എക്സ്റ്റെൻഡഡ് സെൻസസ് പറഞ്ഞാൽ അവർ ഉണ്ടാക്കുന്ന ഡിവൈസസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ്, അതിലൂടെ അവർക്ക് കാണാൻ എന്താണ് പറ്റുന്നത് അത് മാത്രമേ അവർ വിശ്വസിക്കുള്ളൂ. അതിലപ്പുറത്ത് അവർക്ക് കാണാൻ പറ്റില്ലെങ്കിൽ അത് വിശ്വസിക്കില്ല. അതാ പറയുന്നത്, മോഡേൺ സയൻറ്റിസ്റ്റ് ക്യാൻ ഓൺലി ഇംപ്രാക്ടിക്കലി എക്സ്പ്ലെയിൻ ദിസ് ഇൻകൺസീവബിൾ സ്ട്രെങ്ത് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഇതും അതുകൊണ്ട് നമുക്ക് ഈ ശക്തി, ഭഗവാന്റെ ശക്തി, വളരെ സട്ടിലായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഈ മെറ്റാഫിസിക്സ്, ഗ്രോസ് ആയിട്ടുള്ള വളരെ സൂക്ഷ്മ തലത്തിലുള്ള ഈ നോളജ്, ഇത് ഇൻകൺസീവബിൾ ആണ്. അതുകൊണ്ട് ഒരിക്കലും ശാസ്ത്രജ്ഞന്മാർക്ക് പറയാൻ പറ്റില്ല, അവർക്ക് കാണാൻ പറ്റുന്നില്ല, അവർ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവരുടെ എക്സ്പെരിമെന്റിൽ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആക്ടിവിറ്റി, അങ്ങനത്തെ ഒരാള് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവരുടെ ലിമിറ്റഡ് സെൻസസ്, ലിമിറ്റഡ് നോളേജ് വെച്ചിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബട്ട് ദർ ആർ സ്റ്റിൽ മെനി തിങ്സ് ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ലോജിക്. The potencies of the syllables bha, ga and va apply in terms of many different meanings. Through his different potent agents, the Lord protects and sustains everything, but he himself personally protects and sustains only the devotees. Just as a king personally sustains and protects his own children while entrusting the protection of the sustenance of the state to various administrative agents. അപ്പോൾ ഇവിടെ വളരെ ക്ലിയർ ആണ്. അതായത് ഭഗവാന്റെ ഒരുപാട് എനർജീസ് ഉണ്ട്, റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, എക്സ്പാൻഷൻസ് ഉണ്ട്, അവതാരങ്ങളുണ്ട്. സോ അവരെല്ലാം അവരുടെ റെസ്പെക്റ്റീവ് പോർട്ട്ഫോളിയോ ചാർജ് കൊടുത്തിരിക്കുകയാണ്. അവരാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. ആൻഡ് ഹീസ് എലൂഫ്, ടോട്ടലി എലൂഫ്. ഭഗവാൻ തൻ്റെ ധാമില് തൻ്റെ ഭക്തന്മാരായിട്ട് ആസ്വദിച്ച് നടക്കുകയാണ്, ഡയറക്ട്ലി ഇൻവോൾവ്. എങ്ങനെ ഒരു വലിയൊരു എന്റർപ്രണർ, ഓക്കെ, ബിസിനസ് മാൻ, ഒരുപാട് സാമ്രാജ്യമുണ്ട്, ബിസിനസ് എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. എല്ലാ സ്ഥലത്തും അതിൽ പേഴ്സണലി പോയിട്ട് എല്ലാം നോക്കി നടത്തും അല്ല. അദ്ദേഹത്തിന്റെ ഏജൻസ്, അദ്ദേഹത്തിന്റെ അത്രയും റെപ്രസെന്റ് എല്ലാ സ്ഥലത്തും ഉണ്ട്. അദ്ദേഹം ലീഷറായിട്ട് അവിടെയും ഇവിടെയും നടക്കും. ഇപ്പോൾ റിപ്പോർട്ടിംഗ് ഇവിടെ നടക്കും. അദ്ദേഹത്തിന് തന്റെ ഏജൻസ് റെപ്രസെന്റ് ചെയ്യുന്ന പോലെ ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ്സ് എല്ലാ റിപ്പോർട്ടും ഭഗവാന് കൊടുക്കും. ഭഗവാൻ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്ന ആരാണ്? തൻ്റെ ഡിവോട്ടീസിന്റെ കാര്യങ്ങൾ മാത്രമേ. ബാക്കിയെല്ലാം തൻ്റെ എനർജീസിന് വിട്ടുകൊടുത്തു. അതിന് ഉദാഹരണമായിട്ട് ഇവിടെ എന്താണ് പറയുന്നത് പ്രഭുപാദ? ജസ്റ്റ് ആസ് എ കിങ് പേഴ്സണലി സസ്റ്റെയിൻസ് ആൻഡ് പ്രൊട്ടക്ട്സ് ഹിസ് ഓൺ ചിൽഡ്രൻ. ഒരു രാജാവ് തൻ്റെ കുടുംബാംഗങ്ങളെ പേഴ്സണലി പ്രൊട്ടക്ട് ചെയ്യും. നേരെ മറിച്ച് പ്രജകളെ പ്രൊട്ടക്ട് ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ള ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവർ രാജാവിന്റെ ആ അധീനത്തില് നിർദ്ദേശാനുസരണം ഇതെല്ലാം ചെയ്തു വരുന്നു. The Lord is the leader of his devotees, as we learn from Bhagavad Gita, which mentions that the personality of God personally instructs his loving devotees how to make certain progress on the path of devotion and thus surely approach the kingdom of God. Personally, Bhagwan, yoga kshemam mahamyam. അതായത് ഭഗവാൻ എന്താണോ തൻ്റെ ഭക്തന്മാർക്ക് ആവശ്യമുള്ളത് അത് കൊടുക്കുന്നു, എന്താണ് ഭക്തന്മാരുടെ അത് പ്രിസർവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. So the Lord is also the recipient of all the adoration offered by his devotees, for whom he is the objective and goal. For his devotees, the Lord creates a favorable condition for developing a sense of transcendental love of God. അപ്പൊ ഭക്തന്മാരെ സംബന്ധിച്ചോളം അവർക്കൊരു കണ്ട്യൂസീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുന്ന ഭഗവാന്റെ ഒരു
കടമ പോലെയാണ്. സോ ഹി പേഴ്സണലി ഇന്റർഫിയേഴ്സ് അതാണ് ചെയ്യുന്നത് ഇവിടെ. ഫേവറബിൾ കണ്ടീഷൻ ഫോർ ഡെവലപ്പിംഗ് എ സെൻസ് ഓഫ് ട്രാൻസെൻഡന്റൽ ലവ് ഓഫ് ഗോഡ്. Sometimes he does this by taking away a devotee's material attachments by force and baffling all his material protective agents. For thus, the devotee must completely depend on the Lord's protection. In this way, the Lord proves himself the leader of his devotees. ഒരു സമയത്ത് പ്രഭുപാദ കുംഭമേള ആയിരുന്നു. കുംഭമേളയിൽ ക്ലാസ് കൊടുക്കുക. അപ്പോൾ കുറെ അവിടെ കുംഭമേളയിൽ കുറെ ആൾക്കാർ പ്രഭുപാദയുടെ ക്ലാസ് കേൾക്കുന്നുണ്ട്. അപ്പൊ അതില് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിൽ ഒരു ഓഡിയൻസ് ഒരാൾ ചോദിച്ചു, സ്വാമിജി ഇഷ്ടംപോലെ ഇവിടെ ടെമ്പിൾസ് ഉണ്ട്, എന്തിനാണ് നിങ്ങൾ ഇനിയും ടെമ്പിൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ പൈസക്കല്ല പാവങ്ങൾക്കോ വിതരണം ചെയ്തൂടെ, അവർക്ക് വീടുണ്ടാക്കി കൊടുത്തൂടെ, അവർക്ക് ഭക്ഷണം കൊടുത്തൂടെ, അവർക്ക് അത് കൊടുത്തൂടെ, ഹോസ്പിറ്റൽ ഉണ്ടാക്കിക്കൂടെ? എന്തിനാ വീണ്ടും നിങ്ങൾ ഇങ്ങനെ ടെമ്പിൾസിന്റെ പിന്നാലെ പൈസ ചെലവാക്കുന്നത്? പൈസ, ടൈം, എനർജി. അപ്പൊ പ്രഭാത ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഭാര്യയുണ്ടോ? കുട്ടികളുണ്ടോ? ഓക്കെ. അപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ഒരുപാട് കുട്ടികൾ, അതായത് അനാഥമായിട്ടുള്ള കുട്ടികളുണ്ട്. നിങ്ങൾക്ക് അവരെ ദത്തെടുത്താൽ മതിയായിരുന്നില്ലേ? എന്തിനാ നിങ്ങൾ കല്യാണം കഴിച്ച കുട്ടികളെ ഉണ്ടാക്കിയത്? ആ കുട്ടികളെ ദത്തെടുത്താൽ മതിയായിരുന്നില്ലേ? അല്ല, സോ ഐ ഷുഡ് ഹാവ് മൈ ഓൺ ചിൽഡ്രൻ. ഞാൻ എന്തിനാ ദത്തെടുക്കാൻ പോണം? അപ്പൊ അതേപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ടെമ്പിൾ വേണം, ഞങ്ങൾക്ക് ആരാധിക്കാനും ഞങ്ങൾക്ക് വേണ്ട പോലെ ഭഗവാനെ പരിചരിക്കാനും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ടെമ്പിൾ വേണം. അതിലെന്താ തെറ്റ്? അല്ലേ? അതേപോലെയാണ് ഇവിടെ ഭഗവാന്റെ ഡിവോട്ടീസിനെ ഭഗവാൻ സ്വയം വന്ന് രക്ഷിക്കും. അത് വേറെ ആരും നിയോഗിക്കില്ല. കാരണം ഭഗവാന്റെ സ്വന്തം ആൾക്കാരാണ്. അത് വേറെ ആൾക്കാരെ ഇപ്പൊ നമ്മുടെ വീട്ടിലിപ്പോ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ സ്വന്തം പോവും അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? നമ്മൾ വേറെ ആരും അതിനെ ഡെലിഗേറ്റ് ചെയ്യില്ല. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സിബ്ലിങ്സ് ആരെങ്കിലും പോവും. നേരെ മറിച്ച് അടുത്ത വീട്ടിൽ വല്ലവരും നമുക്ക് വേണ്ടപ്പോഴാണ് നമുക്ക് വരാൻ പറ്റില്ല, നമ്മളുടെ പകരം വേറെ വല്ലവരും പറഞ്ഞേക്കും ആസ് എ റെപ്രസെൻറ്റേറ്റീവ്. അപ്പൊ അതാണ് സ്വന്തം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഡിവോട്ടീസിനെ സ്പെഷ്യാലിറ്റി. ഭഗവാൻ തന്നെ പറയുന്നത് എല്ലാവർക്കും ഞാൻ ന്യൂട്രലാണ്, എല്ലാവർക്കും ഒരേപോലെ ഞാൻ എല്ലാവരെയും കാണുന്നു. സമൂഹം സർവഭൂതേഷു നമേ ദേശുസി നാ പ്രിയ. എല്ലാവർക്കും ഞാൻ ഒരേപോലെ ന്യൂട്രലാണ്, എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. ഒരാളോടും എനിക്ക് പ്രത്യേക മമതയില്ല അല്ലെങ്കിൽ വെറുപ്പില്ല. പക്ഷെ രണ്ടാമത്തെ സ്റ്റാൻസ് എന്താ പറയുന്നത്? ഏ ഭജന്തിത്വം മാം ഭക്തിയ മയി തേ തേശു ചാപ്യം. പക്ഷെ ആരാണോ ഞാൻ പറയുന്നത് കേൾക്കുന്നത്, എന്നെ അനുസരിച്ച് ജീവിക്കുന്നത്, അവരോട് ഞാൻ ഒരു സോഫ്റ്റ് കോർണർ, സ്പെഷ്യൽ ഒരു ലൈക്കിങ്, ലവ് എനിക്കുണ്ട്. അപ്പൊ അത് ഒരു പാർഷ്യാലിറ്റി അല്ല എന്ന് ആണ് ഇവിടെ പറയുന്നത്. സോ സംടൈംസ് ഹി ഡസ് ദിസ് ബൈ ടേക്കിംഗ് അവേ ഡിവോട്ടീസ് മെറ്റീരിയൽ അറ്റാച്ച്മെന്റ്. അപ്പൊ ഭഗവാന് തന്റെ ഭക്തന്മാരോട് ആ ഒരു മമത ഉണ്ടെങ്കിൽ ആ ഒരു ഭക്തന്റെ മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് ഭക്തിക്ക് വിഘ്നമായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് സ്നാച്ച് ചെയ്യും. പ്രഭുപാദെ ഭഗവാൻ പാപ്പറാക്കിയാൽ മാത്രമാണ് പ്രഭുപാദ സന്യാസം എടുക്കുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ അപ്പോഴും ആ ഫാമിലി അറ്റാച്ച്മെന്റ് കൂടി നിൽക്കും. പൂർണ്ണമായിട്ടും പ്രഭുപാദരെ ആ ജീവിത ലക്ഷ്യം സഫലീകരിക്കാൻ പറ്റില്ല. അപ്പൊ ബിസിനസ്സിൽ പാപ്പറാക്കിയാലാണ് പ്രഭുപാദയ്ക്ക് ആ ഒരു റിനൗൺസിയേഷൻ കിട്ടുള്ളൂ, വൈരാഗ്യം കിട്ടുള്ളൂ. ഫാമിലി വിടാനുള്ള ഒരു വൈരാഗ്യം വേണ്ടേ? ബിസിനസ് എല്ലാം പോവാണ്, കുടുംബം എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുകയാണെങ്കിൽ അവിടെ അറ്റാച്ച്മെന്റ് കൂടും. അപ്പോൾ പ്രഭുപാദ എന്തിനാണ് വന്നത് ആ കാര്യം നടക്കില്ല. അപ്പൊ ഭഗവാൻ ചെയ്തു, പ്രഭുപാദര ആ മെറ്റീരിയൽ അറ്റാച്ച്മെന്റ്സ്, ബിസിനസ്സിനോടും ഫാമിലിയോടുള്ള മെറ്റീരിയൽ അറ്റാച്ച്മെന്റ്സ് അല്ലേ, അത് പതുക്കെ എടുത്തു കളഞ്ഞു. ആരുമില്ലാത്ത ഒരു സ്റ്റേജിലാക്കി. ഭാര്യയോട് ചോദിച്ചു, എന്താണ് വേണ്ടത്? എണ്ണ വേണോ, കാപ്പി വേണോ, അല്ലെങ്കിൽ ചായ വേണോ? ഭാര്യ പറഞ്ഞു, എനിക്ക് കാപ്പി മതി. സോ ബി ഇറ്റ്. പ്രഭാത വിട്ടുപോയി. സില്ലി റീസൺ അല്ലേ? വെറും സില്ലി റീസൺ. ഇതിനു മുമ്പും എത്രയോ തവണ പ്രഭാതം പോയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. അതേപോലെ പോയി തിരിച്ചു വരും എന്നാണ് ഭാര്യ വിചാരിച്ചത്. പക്ഷേ ദാറ്റ് വാസ് ദ ലാസ്റ്റ്
time that he left, he never turned back. അപ്പോൾ ആ സമയത്തേക്കും കംപ്ലീറ്റ് വൈരാഗ്യം പ്രഭുപാദിക്ക് കിട്ടും. അത് ഭഗവാന്റെ ഇച്ഛയാണ്. അപ്പോൾ മെറ്റീരിയൽ അറ്റാച്ച്മെന്റ്സ് വിഡ്രോ ചെയ്യുന്നതും ഡിവോട്ടീസിന്റെ ഭഗവാൻ സ്വയം ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? കാരണം ആത്മീയ പാതയിൽ അതൊരു വിഘ്നമാണെങ്കിൽ അത് ചെയ്യും. അത് വിഘ്നമല്ലെങ്കിൽ അത് മെറ്റീരിയൽ എന്ത് ഫെസിലിറ്റീസ് വേണം ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ ആ താൽക്കാലികമായിട്ടുള്ള ഒരു മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് വിട്ടാലും ശരി, പ്രഭുപാദയ്ക്ക് ഒരു ഫാമിലി നഷ്ടപ്പെട്ടുള്ളൂ, 1000 കുടുംബാംഗങ്ങൾ കിട്ടി പ്രഭുപാദയ്ക്ക്, അല്ലെ? 10 രൂപ കടം മേടിച്ചിട്ടുണ്ട് പ്രഭുപാദ, 10 രൂപ ഇല്ലാഞ്ഞിട്ട്. ആലോചിച്ച് നോക്കൂ. ഒരു കാലത്ത് വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നു, പിന്നെ എല്ലാം പാപ്പറായിട്ട് 10 രൂപ ഇല്ല. 10 രൂപ അടുത്ത വീട്ടിൽ പോയിട്ട് കടം മേടിച്ചിട്ടുണ്ട്. ആ ഒരു വ്യക്തി 40 രൂപയായിട്ട് അമേരിക്കയിൽ പോയി, വെറും 40 രൂപ, അന്ന് $7 40 രൂപയായിട്ട് പോയി, അത് ചെലവാക്കിയില്ല. പിന്നെ മൾട്ടി ബില്യണറായി, സ്പിരിച്വലി സ്പീക്കിംഗ്, മെറ്റീരിയലി സ്പീക്കിംഗ് ആൾസോ. ഒന്നുമില്ലാണ്ട് 40 രൂപയിൽ പോയിട്ട് എങ്ങനെ സാധിച്ചു? ഭഗവാൻ. അപ്പൊ വേണ്ട സമയത്ത് ഭഗവാൻ കൊടുക്കും ചെയ്യും. അത് വേണ്ടെന്ന് വിചാരിച്ചാൽ അത് വിഘ്നമാണെന്നുണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്യും. അത് നല്ലതാണ്, കണ്ടീസീവ് ഫോർ ഈ സ്പിരിച്വൽ പ്രോഗ്രസ്, he will give it also abundantly. അങ്ങനെ പ്രഭുപാദയ്ക്ക് in abundance കൃഷ്ണൻ കൊടുത്തു. So devotees material attachment by force and baffling all his material protective agents. For this, the devotee must completely depend on the Lord's protection. അപ്പൊ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാം ഭഗവാൻ ചെയ്തു കൊടുക്കും. എല്ലാം ടോട്ടൽ സറണ്ടറൻസ് കാണത്തിലുണ്ട്. So in this way the Lord proves himself the leader of his devotees. ഭക്തന്മാരുടെ പ്രൊട്ടക്ടറാണ്. നമ്മളോട് വിട്ടുകൊടുക്കണം. I am yours, you just drive my car. എങ്ങനെ അർജുനൻ ഭഗവാൻ വിട്ടുകൊടുത്തു, just take care, I am yours, I surrender totally to yourself. അങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് നമ്മൾ കുറച്ച് പിടിച്ചു, ഇത് ഞാൻ നോക്കിക്കോളാം, ബാക്കിയുള്ളത് എനിക്ക് പറ്റില്ല, അത് ഭഗവാൻ നോക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. കംപ്ലീറ്റ്ലി സറണ്ടർ, 100%. ആത്മ സമർപ്പണം. The Lord is not directly attached to the creation, maintenance and destruction of the material world, for he is eternally busy in the enjoyment of transcendent bliss with paraphernalia composed of his internal potencies. ഭഗവാൻ പ്രപഞ്ചത്തിലെ ഭൗതിക ലോകത്തിലെ ക്രിയേഷൻ, മെയിൻ്റെനൻസ് ആൻഡ് ഡിസ്ട്രക്ഷനിലെ ഡയറക്ട്ലി ഇൻവോൾവ്മെന്റ് ഇല്ല. ബിക്കോസ് he is not a part of it, his energy is a part of it. He is enjoying in the spiritual world. ആധ്യാത്മിക ലോകത്തിലെ ഗോലോക വൃന്ദാവത്തിൽ തൻ്റെ ഭക്തന്മാരായിട്ട് ആസ്വദിച്ച് ജീവിക്കുന്ന ആണ് ഭഗവാൻ ഇഷ്ടം. അതുകൊണ്ട് ഇങ്ങനത്തെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിലൊന്നും ഭഗവാൻ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യില്ല. Yet as the initiator of the material energy as well as the marginal potency, the living beings, he expands himself as the Purusha Avataras. എന്നാലും ഭഗവാൻ എക്സ്പാൻഡ് ചെയ്യും പുരുഷാവതാരമായിട്ടും മറ്റുള്ള അവതാരങ്ങളായിട്ടും. who are invested with potencies similar to his. തൻ്റെ സ്വയം പൊട്ടൻസി ഈ എല്ലാ അവതാരങ്ങൾക്കും ഉണ്ടായിരിക്കും. The Purushavataras are also in the category of Bhagavad Tattva because each and every one of them is identical with the original form of the personality of God. അപ്പം നമ്മൾ ഭിന്നമായിട്ട് കാണാൻ പാടില്ല. അതിൻ്റെ സോഴ്സും എക്സ്പാൻഷൻസും, ഒറിജിനലും എക്സ്പാൻഷൻ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മളത് വ്യത്യാസം കാണാൻ പാടില്ല. So the living entities are his infinitesimal particles and are qualitatively one with him. അപ്പോൾ നമ്മളെല്ലാം വളരെ മൈന്യൂട്ടായിട്ടുള്ള ഭഗവാന്റെ അംശങ്ങളാണ്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതും ഭഗവാനെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ജീവരെ സ്വരൂപമായ കൃഷ്ണരെ നിത്യദാസ്, അല്ലെ? നമ്മളുടെ, അതായത് ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഉദ്ദേശം തന്നെ ഭഗവാനെ സേവിക്കാനാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ സേവിക്കാൻ തുടങ്ങി, ഭഗവാനെ മറന്നിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. സോ ദേ ആർ സെന്റ് ഇൻ ടു ദിസ് മെറ്റീരിയൽ വേൾഡ് ഫോർ മെറ്റീരിയൽ എൻജോയ്മെന്റ് ടു ഫുൾഫിൽ ദെയർ ഡിസൈർസ് ടു ബി ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വൽസ്. നമ്മളുടെ ആഗ്രഹമാണ് നമ്മുടെ ഭഗവാൻ മാറി നിന്ന് സ്വന്തമായിട്ട് ആഗ്രഹിക്കണം എന്നുണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട്. ബട്ട് സ്റ്റിൽ ദേ ആർ സബ്ജക്ട് ടു ദ സുപ്രീം വിൽ ഓഫ് ദ ലോർഡ്. എങ്കിലും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ വരിക. The Lord deputes himself in the state of super soul to supervise the arrangements for such material enjoyment. അദ്ദേഹം സ്വയം ഡെപ്യൂട്ട് ചെയ്യുന്നു തൻ്റെ എക്സ്പാൻഷൻസിനെ, അവതാരങ്ങളെ.
നമ്മളെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവാത്മാക്കള് നമ്മൾ ശരിക്കല്ലേ, നമ്മൾ എന്താണ് ചെയ്യുന്നത്, എപ്പോഴാണ് തിരിച്ചു വരിക, ഇത് കഴിഞ്ഞോ, മെറ്റീരിയൽ എൻജോയ്മെന്റ് എല്ലാം കഴിഞ്ഞോ, അവർക്ക് എന്താണ് സഹായം വേണ്ടത്, ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ തന്നെ എക്സ്പാൻഷൻസിനെ അവതാരങ്ങളായിട്ട് ഇവിടേക്ക് പറഞ്ഞേക്കുന്നു. ദ എക്സാമ്പിൾ ഓഫ് എ ടെമ്പററി ഫെയർ ഈസ് ക്വൈറ്റ് അപ്രോപ്രിയേറ്റ് ഇൻ ദിസ് കണക്ഷൻ. If the citizens of a state assemble in a fair to enjoy for a short period, the government deputes a special officer to supervise it. Such an officer is invested with all governmental power and therefore he is identical with the government. Government എങ്ങനെ തന്റെ ഓഫീസറെ ഡെപ്യൂട്ട് ചെയ്യുന്നു? With all the power from the government. അതേപോലെ ഭഗവാന്റെ ഇൻകാർണേഷൻസിന് എല്ലാ പവറും ഉണ്ട്. When the fair is over, there is no need for such an officer and he returns home. Paramatma is compared to such an officer. അപ്പൊ പരമാത്മാവൻ അതായത് ഈ പ്രപഞ്ചത്തിന്റെ വൈൻഡപ്പ് ആയാൽ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഭഗവാനിലേക്ക് പോകുന്നു. അതേപോലെ ഒരു ഫെയറിന് ഒരു ഗവൺമെന്റ് ഓഫീസറിനെ എങ്ങനെ ഡെപ്യൂട്ട് ചെയ്യുന്നു, ആ ഫെയർ കഴിഞ്ഞാൽ തിരിച്ച് ഗവൺമെന്റ് ഓഫീസിലേക്ക് പോകുന്ന പോലെ. സോ ദ ലിവിംഗ് ബീയിങ്സ് ആർ നോട്ട് ഇൻ ഓൾ, ദേ ആർ അൺഡൗട്ടഡ്ലി പാർട്സ് ഓഫ് ദ സുപ്രീം ലോർഡ് ആൻഡ് ആർ ക്വാളിറ്റേറ്റീവ്ലി വൺ വിത്ത് ഹിം. പാർട്സ് and qualitatively one with him. They are part, they are not the whole. ക്വാളിറ്റിയിൽ ഭഗവാനായിട്ട് സെയിം ആണ്. Yet they are subject to his control. ഇൻഡിപെൻഡൻ്റ് അല്ല, ഭഗവാന്റെ കൺട്രോളർഷിപ്പിലാണ്, ഭഗവാന്റെ മാസ്റ്റർഷിപ്പിലാണ് അവരെല്ലാം, ഭഗവാന്റെ എക്സ്പെൻസ് എല്ലാം. എല്ലാ പവറും ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇപ്പോൾ ഒരു ഗവൺമെന്റിനെ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു ഓഫീസർക്ക് ഗവൺമെന്റിനുള്ള എല്ലാ പവറും ഓഫീസർക്കുണ്ട്. അതേപോലെ തന്നെ തൻ്റെ അവതാരങ്ങൾക്കും എക്സ്പാൻഷൻസിനും എല്ലാ പവറും ഉണ്ടെങ്കിലും but again they're all under his supervision, his control. Thus they are never equal to the Lord or one with him. അതുകൊണ്ടാണ് ഭഗവാനെ ഈസ് വൺ വിതൗട്ട് എ സെക്കൻഡ് എന്ന് പറയുന്നത്. വൺ വിതൗട്ട് എ സെക്കൻഡ്. ദർ ഇസ് നോബഡി ഈക്വൽ ഓർ എബവ് ഹിം. അസമ ഊർധ്വ. അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പാൻഷൻസ് ഉണ്ടെങ്കിലും ഒരുപാട് അവതാരങ്ങൾ ഉണ്ടെങ്കിലും ഒറിജിനൽ ഇസ് ഒറിജിനൽ. The Lord who associates with the living being is a Paramatma or supreme living being. No one therefore should view the tiny living beings and supreme living being to be on an equal level. നമ്മുടെ ആരെങ്കിലും നമ്മളും ഭഗവാനും ഒന്നാണ്, ഒരേ തലത്തിലാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് വലിയൊരു വിഡിത്തമായിരിക്കും. ഒരിക്കലും നമ്മളെ ഭഗവാൻ ആവില്ല, ഭഗവാന്റെ തലത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യില്ല. He is always infinite, we are infinitesimal. He is Vibhu, we are Anu. വളരെ ക്ലിയർ ആണ്. So the all-pervading truth that exists eternally during the creation, maintenance and annihilation of the material world and in which the living beings rest in trance is called the impersonal Brahman. Okay. അപ്പോ ഈ പരമസത്യം eternally exists eternally during creation, maintenance and annihilation. എപ്പോഴും ഉണ്ടാവും. ക്രിയേഷൻ സമയത്തുണ്ട്, മെയിൻ്റനൻസ് സമയത്തുണ്ട്, അതേപോലെ അനേക സമയത്തുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ. ആൻഡ് ഇൻ വിച്ച് ദ ലിവിംഗ് ബീങ് റെസ്റ്റ് ഇൻ ട്രാൻസ് ഈസ് കോൾഡ് ദ ഇംപേഴ്സൺ. ഇംപേഴ്സൺ ബ്രഹ്മനിലാണ് എല്ലാ ജീവാത്മാക്കളും റെസ്റ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ടെക്സ്റ്റ് 10. സോ ടെക്സ്റ്റ് 11 അടുത്ത ക്ലാസ്സിൽ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णवी की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, ताई गो प्रेमानंदी. हरि हरि बोल. हरे कृष्णा.